അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ ഒരു റമദാൻ കൂടി നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും ഉത്തമമായ രൂപത്തിൽ, ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ റമദാനിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചില സംശയ നിവാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു സംസാരമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനായി നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സുൽത്താന ജാലിയാത്തിലെ കന്നഡ, മലയാളം, ഇംഗ്ലീഷ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ദായി ആയിട്ടുള്ള ബഹുമാന്യനായ ഉമർ അഹമ്മദ് മദനി അവർകളാണ്. ഉസ്താദിനെ ആദരവുപൂർവ്വം ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉസ്താദ് അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, റമദാനിന് മുന്നോടിയായി നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സംശയ നിവാരണങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തും നാട്ടിലുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന നോർമലി ഉണ്ടാകുന്ന സംശയങ്ങളും അതിനുള്ള ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഉസ്താദിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പലപ്പോഴും റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള വളരെയധികം വിഭവങ്ങൾ നമ്മൾ വിളമ്പുന്നു, വീടിനെ എന്താണ് നമ്മൾ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നനച്ചുകുളി എന്ന് പറയുന്നൊരു സമ്പ്രദായം നാട്ടിൽ നിലനിൽക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ഭൗതികമായി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ സത്യത്തിൽ ആത്മീയമായി തയ്യാറെടുക്കാൻ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് ആത്മീയമായി നമുക്ക് റമദാനിനെ തയ്യാറെടുക്കാം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചോദ്യം വളരെ പ്രസക്തമായ ഈ സന്ദർഭത്തിൽ, അതായത് ഇനി വരാനുള്ള ആഗതമായിരിക്കുന്ന റമദാൻ, എല്ലാത്തിനും മുമ്പ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ റമദാനിനെ എത്തിച്ച് നൽകണമേ, തൗഫീഖ് നൽകണം. അപ്പോൾ ഈ റമദാൻ അള്ളാഹു നൽകുന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലഅല്ലക്കും തത്തഖൂന്നാണ്. കുത്തിബ അലൈക്കും സാമി എല്ലാവർക്കും അറിയുന്ന ഒരു മഅറൂഫായിട്ടുള്ള ഒരായത്താണ്. നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാതൽ എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലഅല്ലക്കും തത്തഖൂന്നാണ്. അപ്പോൾ ഈ തഖ്വ എന്നത് ബന്ധപ്പെടുന്നത് പ്രവാചകൻ പറഞ്ഞ പോലെ തഖ്വ ഹാഹുന, അത് ഹൃദയത്തിലേക്കാണ്. അപ്പോൾ ഹൃദയശുദ്ധി, ആ ഹൃദയശുദ്ധിയിലൂടെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇബാദത്തുകളുണ്ടല്ലോ അതും ശുദ്ധമാകണം, അത് അള്ളാഹുലേക്ക് മാത്രമാകണം. അതാണ് പിന്നെ എല്ലാ നിലക്കുള്ള ഇതുണ്ടല്ലോ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഒഴിവാക്കണം. കാരണം മൻസ്വാമ റമദാന, ഈ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ വിശദീകരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നത്, എല്ലാവർക്കും പരിചയമുള്ള മൻസ്വാമ റമദാന, ആരെങ്കിലും റമദാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ എങ്ങനെ തഖ്വയോടുകൂടി എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ? ഈമാനോടുകൂടിയാണ്. എല്ലാ നിലക്കുള്ള വിശ്വാസപരമായ വൈകല്യങ്ങളൊക്കെ ഒഴിവാക്കണം, ശുദ്ധമായ അഖീദയിലേക്ക് തിരിച്ചു വരണം. അതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് എന്താണ് നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? അള്ളാഹു നൽകിയ ഇബാദത്ത്, അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ അത് അള്ളാഹുവിന് മാത്രമാകണം, ഇഖ്ലാസോടുകൂടി ചെയ്യണം. യാതൊരു നിലക്കുള്ള കാണിക്കാനോ പ്രകടനപരതയോ ഒന്നും കാണിക്കാതെ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കണം? അതായിരിക്കേണ്ടതായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടിരുന്നു. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? പുറമെയുള്ള കാര്യങ്ങളൊക്കെ, മറ്റുള്ള മതക്കാരെന്ത് ചെയ്യുന്നു? അവരുടെ ആഘോഷ ദിനങ്ങളിലൊക്കെ മൊത്തത്തിൽ ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് അവർ എന്തൊക്കെ പിടിപ്പിക്കാൻ പറ്റും അത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് കണ്ട് സ്വാധീനിക്കപ്പെട്ട മുസ്ലിങ്ങൾ, അവർ ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവർ വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്യണം. പരിസരം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധമാക്കണം. റമദാനിലും ആക്കട്ടെ, അൽഹംദുലില്ലാ, ഓക്കെ. പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ ഈ തഖ്വ എന്നതിൻ്റെ ആ കാതൽ അത് അവർക്ക് ലഭിക്കാതെ പോകുന്നു, അവർക്കത് നഷ്ടപ്പെട്ടു പോകുന്നു.
അള്ളാഹു ഖുർആനിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നു, ഒരു ആയത്ത്. എന്താണ്? സൂറത്തുൻ നജ്മിലെ ഫഅറിദ് അമ്മൻ തവല്ല അൻ ദിക്രിന, നമ്മുടെ സ്മരണയിൽ നിന്ന് മുഖം തിരിച്ചവനെ നീ വിട്ടേക്കുന്ന പറഞ്ഞു. വലം യുരിദ് ഇല്ലൽ ഹയാത്ത് ദുനിയ, അവൻ ഇഹലോകമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെയുള്ള മനുഷ്യരെ, അങ്ങനെയുള്ള വിഭാഗക്കാരെ നിങ്ങൾ വിട്ടേക്കുന്ന, ഇത് കൽപ്പനയാണ്. അങ്ങനെയുള്ള വിഭാഗക്കാരിൽ നിങ്ങൾ ചേരാൻ പാടില്ല, അവർ പോലുള്ള പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അതിനുശേഷം പറയുന്നത്, അവർ എന്ത് ചെയ്യുമ്പോഴും അവരുടെ അറിവ് ഇത്ര മാത്രമേ ഉള്ളൂ. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, അവരുടെ അറിവ് എന്താണ്? അത്ര മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം അവർ ചിന്തിക്കാറേ ഇല്ല. അതിനുശേഷം അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന് നന്നായിട്ട് അറിയാം ആരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവർ, ആരാണ് വഴികെട്ടവർ എന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ എത്രയോ ആൾക്കാർ പ്രവർത്തിക്കുന്നു, അവർ നോമ്പ് നിൽക്കുന്നു, അവർക്ക് വേറൊന്നുമില്ല. അവരുടെ നമസ്കാരം കൊണ്ട് അവർക്ക് കിട്ടുന്നത് വെറും രാത്രി ഉറക്കമൊഴിക്കലാണ്. എത്രയോ ആൾക്കാരുടെ നോമ്പ് വെറും വിശക്കലും ദാഹിക്കലും മാത്രമായിട്ടാണ് ഒതുങ്ങുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വജുദ്ദേശിച്ചുകൊണ്ട് തഖ്വ കരസ്ഥമാക്കാനുള്ള ഒരു അവസരമായി ഇത് ഉപയോഗിച്ചാൽ അവർക്ക് ഈ റമദാൻ യഥാർത്ഥത്തിൽ അള്ളാഹു എന്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അങ്ങനെയെങ്കിൽ ഉസ്താദ്, റമദാനിലേക്ക് നമ്മൾ ആത്മീയമായി തയ്യാറെടുക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു റമദാൻ എങ്ങനെയാണ് അയാൾ പ്ലാൻ ചെയ്യേണ്ടത്? ഓരോ ദിവസവും എങ്ങനെ ഒരു നന്മ, എങ്ങനെയാണ് അദ്ദേഹം, ആ ഒരു മനുഷ്യൻ എങ്ങനെ റമദാനിനെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ ഒരു പ്ലാനർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ മാക്സിമം എഫിഷ്യൻസിയിൽ നമുക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? അൽഹംദുലില്ലാ, നല്ലൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതം നൽകിയ തന്നെ അവർക്ക് നൽകിയ ആയുസ് തന്നെ അത് വളരെ തുച്ഛമാണ്, വളരെ ചുരുങ്ങിയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മഗ്രിബ് നമസ്കരിച്ചു, ഇനി വരാനിരിക്കുന്ന ഇശാ നമസ്കാരം. നമ്മൾ മഗ്രിബ് നമസ്കാരം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടിരുന്നത്? ഇത് എൻ്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇനിയൊരു നമസ്കാരം എനിക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ഇനി വരുന്ന ഇശാ നിസ്കാരം അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആ നിസ്കാരം നമുക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇതാണ് എൻ്റെ അവസാനത്തെ ഇശാ നമസ്കാരം. അങ്ങനെ ഒരു അറിവ് ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും ആ നമസ്കാരം നമസ്കരിക്കുക? ഒരു വ്യക്തി എങ്ങനെയാണ് നമസ്കരിക്കുക? സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിരിക്കും. അതുപോലെ തന്നെ ഇനി വരാനുള്ള റമദാൻ അള്ളാഹു എത്തിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന, അല്ലേ? ആ റമദാൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വേണം? ഇതോടുകൂടി എൻ്റെ ഇനിയൊരു റമദാൻ എനിക്ക് കിട്ടാനില്ല, പൂർണ്ണമായും ഇത് ഉപയോഗപ്പെടുത്താൻ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന നിലയ്ക്ക് ചിന്തിച്ചു വേണം ഈ റമദാൻ അവൻ നേരിടേണ്ടത്. അപ്പോൾ ഈ റമദാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഗ്രിബ്, അതായത് ഷഅബാനിലെ അവസാനത്തെ അസർ നമസ്കാരം ഉണ്ടല്ലോ, അതിനുശേഷം വരുന്നത് മഗ്രിബ്. പിന്നെ മഗ്രിബ് വരുന്നത് ഷഅബാനിലെ മഗ്രിബല്ല, റമദാനിലെ ഒന്നാമത്തെ മഗ്രിബാണ്. അതിന് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. അവർക്ക് ഓർമ്മ വരുന്നത് അവർ വിശന്നാലേ മാത്രമേ ഓർക്കണുള്ളൂ. അതായത് പിറ്റേ ദിവസം അത്താഴം കഴിച്ചിട്ട് പിന്നെ വിശക്കുന്നില്ലേ, അപ്പോഴാണ് അവർക്ക് റമദാൻ ബോധ്യമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആദ്യത്തേത് എത്ര നിസ്കാരം? 2 നിസ്കാരമാണ് പോകുന്നത്, ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങണം എന്താണ് പ്ലാൻ ചെയ്യാൻ. ആദ്യത്തെ മഗ്രിബ് നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇപ്പം തന്നെ നമുക്ക് ഒരുങ്ങാം. ആദ്യത്തെ മഗ്രിബിന് എത്ര സഫകൾ പിന്നെ പേജുകൾ ഖുർആൻ ഓതണം. അതിനുശേഷം ഇഷ കഴിഞ്ഞിട്ട് അന്ന് തറാവി ഉണ്ട്. തറാവി കഴിഞ്ഞിട്ട് എന്ത് വേണം? കിടന്നുറങ്ങി അല്ലെങ്കിൽ ഖുർആൻ തിലാവത്ത് ചെയ്യുക, എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. 24 മണിക്കൂറുണ്ട്, ഒരു മഗ്രിബും തൊട്ട് മിന്നൊരു മഗ്രിബ് വരെ ഒരു ദിവസം. ആ 5 വക്തിലെ നമസ്കാരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് എത്ര എനിക്ക് തിലാവത്ത് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ 5 വക്തിൻ്റെ ജമാഅത്തോടു കൂടി ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് ഞാൻ പ്രവേശിക്കണം. അതിനെ എന്തെങ്കിലും കുറിക്കണം. ആദ്യത്തെ മഗ്രിബിനെ ആരും ശ്രദ്ധിക്കാതെ പോവില്ല. അപ്പോൾ ആദ്യത്തെ മഗ്രിബിന് തന്നെ കുറിക്കണം. ഞാൻ ജമാഅത്ത് ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിലെത്തി, അതുപോലെ തന്നെ വിശാലും എത്തി എന്നൊന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് അവൻ ചെയ്യണം. എന്നാലേ ഇതൊരു ക്രമീകരിക്കാൻ പറ്റുള്ളൂ, അവൻ്റെ ജീവിതം തന്നെ ക്രമീകരിക്കാൻ പറ്റും. ഒരാൾ നന്നാകാൻ, ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ദാസനാകാൻ ഒരാൾക്ക് കഴിയും.
അവൻ അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുത്തിട്ടുണ്ട്? ആയുസ്സ് നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് അവൻ നല്ലവനാകാനും അല്ല അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങാനും പറ്റുന്ന ആയുസ്സാണ് നൽകിയത്. അതിൽ പ്രത്യേകമായ കാലഘട്ടമാണ് റമദാൻ എന്നത്. അപ്പോൾ അവന് കൃത്യമായി റമദാൻ കഴിഞ്ഞാലും നന്നാക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതൊരു സുവർണ്ണ അവസരമായി അവൻ കാണണം. അതുപോലെ തന്നെ അവൻ ഇതിങ്ങനെ കുറിച്ച് വെക്കണം. ഇന്നത്തെ ദിവസം ഞാൻ ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ മിനിമം ഒരു നന്മ ചെയ്യണം, അല്ലേ? അങ്ങനെ എത്ര നന്മ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു ദിവസം പോലും നന്മ ചെയ്യാതെ, ഒരു സദഖ ചെയ്യാത്ത ഒരു ദിവസം കടന്നു പോകരുത്, അല്ലെങ്കിൽ ഒരാൾക്ക് സഹായിക്കാത്ത ഒരു ദിവസം കടന്നു പോകരുത് എന്ന് അവൻ അത് കുറിച്ച് വെക്കണം. അൽഹംദുലില്ലാ, അത് തന്നെ അവൻ എന്ത് ചെയ്യാം, ദിവസവും പ്ലാൻ അത് തന്നെ കുറിച്ച് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ക്രമപ്പെടുത്താനും ക്രമീകരിക്കാനും കഴിയുന്ന ഒരു അവസരമായിട്ട്, ഒരു പ്ലാനിങ് ആയിട്ട് മുന്നോട്ട് പോകണം നല്ലത്. അല്ലെങ്കിൽ ഇതിനോടുള്ള ഇതിൻ്റെ തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യണം. പ്രവർത്തിക്കണം, തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ റമദാൻ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിച്ച് ആ സംസാരത്തിൻ്റെ ഇടയിൽ കിട്ടിയൊരു സംഭവമാണ് തിലാവത്തുൽ ഖുർആൻ. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ റമദാൻ മാസത്തെ പൊതുവേ നമ്മൾ ബന്ധം നിലനിർത്തണം. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എല്ലാ കാലത്തും, റമദാൻ എന്നല്ല എല്ലാ മാസവും നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിൽക്കണം. അപ്പം പ്രത്യേകിച്ച് റമദാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ റമദാനിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഖുർആനിൻ്റെ വെറും തിലാവത്ത് മാത്രം അതിലുപരി ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എങ്ങനെ നമുക്ക് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? അൽഹംദുലില്ലാ, നല്ലൊരു ചോദ്യമാണ്. ഖുർആൻ നിങ്ങൾ ഓതിയ ആയത്തുണ്ടല്ലോ, അതിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ റമദാൻ്റെ ഒരു പേര് തന്നെയാണ് ഷഹ്റുൽ ഖുർആൻ എന്നാണ്. ഖുർആനിൻ്റെ മാസമാണ്. ഈ ഖുർആനിൻ്റെ മാസത്തിൽ അതായത് നമ്മൾ ആഘോഷിക്കലാണ്. ഈ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആഘോഷമാണ്. നമ്മളെന്ത് ചെയ്യുന്നു? ആഘോഷം നോമ്പ് നോറ്റിട്ട് രാത്രി നമസ്കരിച്ചിട്ട് ആണ് ആഘോഷിക്കുന്നത്. അല്ലാതെ മറ്റുള്ള മതക്കാർ ചെയ്യുന്നത് പോലെയല്ലല്ലോ. എല്ലാ കാര്യത്തിലും ഇസ്ലാം പ്രത്യേകമാകുന്നു, വിശിഷ്ടമാകുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് ഈ മാസത്തിലായതും അതുപോലെ തന്നെ ഈ മാസത്തിൽ റമദാനിൻ്റെ നോമ്പും അള്ളാഹു നിശ്ചയിച്ചതും നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഖുർആനിൻ്റെ മഹത്വം കൂടുതലായി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് ഈ ആയത്തുണ്ടല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പ്രത്യേകമായ ഒരു ദിവസം കൂടിയാണ്, ഒരു രാത്രി കൂടി ഉണ്ടായില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഈ ലൈലത്തുൽ ഖദ്ർ എന്നത് ഏത് മാസത്തിലാണ്? റമദാൻ മാസത്തിലാണ്. അതിനെപ്പറ്റി പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ഫീ ലൈലത്തിൻ മുബാറക എന്നാണ് സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞത്. എന്താണ്? ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നാണ്. അനുഗ്രഹീതമായ ഒരു രാത്രിയാണ്. എല്ലാ നിലക്കുള്ള അനുഗ്രഹം ലഭിക്കുന്ന രാത്രിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മാസത്തിൻ്റെ ഒന്നുകൂടി അതിൻ്റെ വിശിഷ്ടതയെ ഒന്ന് ഊന്നി കാണിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു ഖുർആൻ എന്ന് പറഞ്ഞാൽ കിതാബുൻ, ഇതൊരു കിതാബാണ്. ഈ കിതാബ് ഏതാ ഉദ്ദേശിക്കുന്നത്? ഖുർആനാണ്. അൻസൽനാഹു, നാം അത് ഇറക്കി. എന്താണ്? ഇലൈക, പ്രവാചകർ താങ്കളിലേക്ക് ഇറക്കി. മുബാറക്കുൻ, എങ്ങനെയുള്ള കിതാബാണത്? ബർക്കത്താകപ്പെട്ട കിതാബ്. അതായത് ഒരു ബർക്കത്താകപ്പെട്ട മാസത്തിൽ ബർക്കത്താക്കപ്പെട്ട ഒരു ഗ്രന്ഥം അള്ളാഹു ബർക്കത്താക്കപ്പെട്ട ഒരു രാത്രിയിൽ ഇറക്കി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന വ്യക്തി എന്തായിരിക്കണം? അവനും മുബാറക്കാണ്. പലർക്കും പേരുണ്ടാവും മുബാറക്ക് എന്നത്, പക്ഷെ അവരെന്തല്ല, ബർക്കത്തില്ലാത്ത പണിയേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ബർക്കത്തുള്ള രാത്രിയിൽ, ബർക്കത്തുള്ള മാസത്തിൽ, ബർക്കത്തുള്ള ഖുർആൻ അള്ളാഹു ഇറക്കി. എന്നിട്ട് ഈ ബർക്കത്തുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്നവർക്ക്, അത് തിലാവത്ത് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് അള്ളാഹു നൽകുക? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഈ ബർക്കത്താക്കപ്പെട്ട ആ ഒരു രാത്രിയെ അല്ലെങ്കിൽ ആ മാസത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് തിലാവത്തോടു കൂടിയാണ്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടു. തിലാവത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തദബ്ബുർ ചെയ്യുന്നു. ലിയദ്ദബ്ബറു ആയത്തി എന്നാണ് പറഞ്ഞതല്ല. ഏതിൽ? സൂറത്തു സ്വാദിൽ. ലിയദ്ദബ്ബറു ആയാത്തി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തദബ്ബുർ ചെയ്യാനാണ്, ഉറ്റാലോചിക്കാനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗക്കാരെ ഉൾപ്പെടുത്തുന്നത് ഉലുൽ അൽബാബിലാണ്. അതിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർ,
ഏതിൻ്റെ? ഈ ഖുർആൻ്റെ ആയത്തുകളിലെ ഉപദേശങ്ങൾ സ്വീകരിക്കത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താണ്? അവർ എന്താണ് ഉലുൽ അൽബാബ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമാന്മാർ അവരാണ് യഥാർത്ഥത്തിൽ. ആ ബുദ്ധിമാന്മാരാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ എന്താണ്, അഹ്ലുല്ലാഹി വഖാസത്തു, അള്ളാഹിൻ്റെ ഖാസായ ആൾക്കാരാണ് അവർ. ഞാൻ പറഞ്ഞല്ലോ അഹ്ൽ ഖുർആൻ എന്ന് പറയൽ ഖുർആൻ്റെ ആൾക്കാരാരാ? മലയാളത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്ന ആ പ്രയോഗം ഉണ്ടല്ലോ, അത് അഹ്ൽ എന്നതിൽ നിന്നായിരിക്കണം ഉണ്ടായത്. അതുകൊണ്ട് അഹ്ലുൽ ഖുർആൻ ഖുർആൻ്റെ ആൾക്കാർ, അള്ളാഹിൻ്റെ ആൾക്കാർ, വഖാസത്തു അള്ളാഹിൻ്റെ പ്രത്യേകമായ അടിമകൾ എന്ന അർത്ഥത്തിൽ അത് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും. ഈ ഖുർആനിൻ്റെ ആൾക്കാരാകാൻ അവർക്കാണ് പരലോകത്ത് വെച്ച് ഷഫാഅത്ത് ലഭിക്കുക. ആരുടെ? ഖുർആനിൻ്റെ ഷഫാഅത്ത് ലഭിക്കുക. ഖുർആനും റമദാനും നോമ്പും അവർക്ക് ഷഫാഅത്ത് നൽകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ എന്തായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക. എന്നിട്ട് ഇതിനെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. റബ്ബ് തൗഫീഖ് നൽകുവാനാകട്ടെ. ആമീൻ. റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നൊരു അടുത്തൊരു സംശയമാണ്. നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് ഇത്രയും നമ്മൾ സംസാരിച്ചു. നമ്മൾ പൊതുവെ പ്രായമുള്ള ആളുകൾ, നോമ്പ് നോൽക്കാൻ കഴിവുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് റമദാനിനെ അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും, അത് ജീവിതത്തിൻ്റെ അതൊരു തമാശ കളിയല്ല, ഇതൊരു ഗൗരവകരമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ നോമ്പ് നോറ്റുകൊണ്ടും ആ ഒരു വിശപ്പിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി കൊടുത്തും എങ്ങനെയാണ് റമദാനിനെ നമുക്ക് മക്കളിലേക്ക് അതെങ്ങനെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം? ബാറക്കല്ലാഹു ഫീക്കും. അതായത് യഥാർത്ഥത്തിൽ ഈ സന്താനങ്ങൾ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു അമാനത്താണ്. സന്താനങ്ങൾ അള്ളാഹു നൽകിയത് ശുദ്ധമായ പ്രകൃതിയിലൂടെയാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത്, എല്ലാ കുട്ടികളും ജനിക്കുന്നത് അവർ ശുദ്ധ പ്രകൃതിയിലൂടെയാണ്. ആ ശുദ്ധ പ്രകൃതിയിലുള്ള കിട്ടിയ മക്കളെ വളർത്തി അവരെ റീഷേപ്പ് ചെയ്യുന്നതിൽ നല്ലൊരു പങ്കാണ് ആർക്ക്? മാതാപിതാക്കൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്തിനെ പറ്റി ചോദിക്കുകയും ചെയ്യും. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് അള്ളാഹു പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ എന്താണ്? നിങ്ങളുടെ സമ്പത്താണെങ്കിലും നിങ്ങളുടെ സന്താനങ്ങളാണെങ്കിലും അതൊരു പരീക്ഷണമാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കും, എല്ലാ കാര്യത്തിൽ ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളെ പറ്റിയും അള്ളാഹു ചോദിക്കും. നിങ്ങൾ എങ്ങനെയാണ് മക്കളെ വളർത്തിയതെന്ന്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് മാതാപിതാക്കളാണ്. ആ കൂട്ടത്തിൽ ഒന്നാമത് അവർ ഇബാദത്തിന് വേണ്ടി ഒരുക്കുക. ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുറു ഔലാദക്കും, നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണം. എന്താണ്? നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണം. എന്തിന്? ബിസ്സല, നമസ്കാരത്തെ പറ്റി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, വഹും ഔലാദു സബഅസിനീൻ, അവർ അബ്നാഉ സബഅസിനീൻ, അവരെന്താണ്? 7 വർഷം പ്രായമുള്ള മക്കളാണ്. അതോടുകൂടി എന്താ ഇത് കൽപ്പിക്കുക എന്നത് സംഭവിച്ചതോടുകൂടി അവർ നമസ്കാരം നിലനിർത്തണം. എന്നിട്ട് 10 വയസ്സ് കഴിഞ്ഞാലോ, 10 വയസ്സ് കഴിഞ്ഞാൽ അവർ നമസ്കരിച്ചില്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശാസനയും ശിക്ഷയും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമസ്കാരത്തെ പറ്റിയാണെങ്കിൽ നോമ്പിൻ്റെ കാര്യത്തിലും നമുക്ക് ഈ 7 വയസ്സിൽ തന്നെ തുടങ്ങാം. കുട്ടികൾക്ക് എന്തായിരിക്കും? അവർക്ക് ഈ സ്കെഡ്യൂൾ പറയണം. അവർക്ക് ആദ്യം തന്നെ മുഴുവൻ ദിവസം നോമ്പ് വെക്കാൻ പറയുന്നത് ശരിയാവുകയില്ല. എന്നാൽ അവർക്ക് മണിക്കൂറുകൾ കൊടുക്കാം. കുറച്ച് മണിക്കൂറുകൾ നിനക്ക് ഭക്ഷണം ഉണ്ടാവില്ല, ഇത് റമദാനാണ് എന്ന ഒരു ഓർമ്മ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇന്ന് എന്തായിരിക്കണം? അവർ കഴിക്കുന്ന ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്നാക്സൊക്കെ, അതൊക്കെ എല്ലാവരും മുന്നിൽ കഴിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കൽപ്പിക്കുക, അവരോട് അത് പഠിപ്പിക്കുക. അതുപോലെ തന്നെ തിലാവത്ത്, അവർക്ക് അറിയുന്ന ചെറിയ സൂറത്തുകളൊക്കെ ചൊല്ലിക്കുക, നിസ്കാരത്തിലേക്ക് കൂട്ടുക. അതുപോലെ തന്നെ അവർ എപ്പോഴാണ് നിർബന്ധമാവുക, അതിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തായിരിക്കും എന്ന് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർ പ്രായപൂർത്തി എത്തിയെന്ന് പറയാനുള്ള അവർ മാതാപിതാക്കൾക്ക് അറിയാനുള്ള ഒരു സൗകര്യമുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കാര്യത്തിൽ എന്താണ്? അത് കൃത്യതയില്ല. എല്ലാവരും അങ്ങനെ വിട്ടേക്കുകയാണ്. എന്നാൽ കുട്ടികൾ അവരുടെ സംസാരത്തിൻ്റെ ശബ്ദം എങ്ങനെയൊക്കെ മാറുന്നത്, അതൊക്കെ അവരുടെ ആ പ്രായപൂർത്തിയത്തിൻ്റെ ലക്ഷണമാകാം. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അവരോട് നോമ്പ് നോൽക്കുന്നത് നിർബന്ധമാക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാണാം.
എന്നാൽ അവർ 15 വയസ്സായതോടുകൂടി 10 വയസ്സ് ചില ആൾക്കാർ പറയുന്നത് എന്തറിയോ, ചില പണ്ഡിതന്മാർ 10 വയസ്സ് നിർബന്ധമായതുപോലെ അവർ നോമ്പും നിർബന്ധമാക്കണം എന്ന് പറയുന്നവരുണ്ട്. എന്നാലും അത് പലരും അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ അവർ യഥാർത്ഥത്തിൽ പ്രായപൂർത്തി എത്തുക എന്നത് ചില അവരുടെ സ്വഭാവങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി അവർ നിർബന്ധമാക്കുക. മറ്റുള്ള കുട്ടികളെ നേരത്തെ തന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ റമദാൻ എന്നത് അവർക്ക് എല്ലാ ദിവസങ്ങളിൽ പോലെ തന്നെയല്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വെറും ഭക്ഷണകാര്യങ്ങളിൽ മാത്രമാണ് കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ റമദാൻ എന്നത് ഉദ്ദേശിക്കുന്നത് അതായത് മഗ്‌രിബ് സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്, അത് മാത്രമാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. പകൽ സമയത്ത് ഇങ്ങനെയാകണം, കൃത്യമായ ജമാഅത്തോട് നമസ്കരിക്കണം, അതുപോലെ തന്നെ തിലാവത്ത് വേണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കണം. കഴിയുന്നത്ര സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിലും ശരി, അവർക്ക് ആ സ്കൂൾ സമയത്ത് അവർക്ക് ടിഫിൻ നൽകാതെ തിരിച്ചു വന്നാൽ ഞാൻ ഭക്ഷണം നൽകുക, ഇത് റമദാനാണ്, അവിടെ പോയി സ്കൂളിലൊക്കെ ഭക്ഷണം കഴിക്കരുത് എന്നതൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. കഴിയുന്നത്ര മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾ അതോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ മരണശേഷം നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി സ്വാലിഹായ മക്കളായി പ്രാർത്ഥിക്കുന്നവരാകണം. അതിനുള്ള ഒരു അവസരമായി ഈ റമദാൻ അവർ കരുതുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അടുത്തൊരു സംശയമാണ്, നമുക്ക് പൊതുവെ നാട്ടിൽ നമ്മൾ കാണുന്നൊരു സാഹചര്യമാണ് ഈ അത്താഴത്തെ നേരത്തെ ആക്കൽ, ഫജറിൻ്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുന്നേ നേരത്തെ ആക്കലും, അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് അതിനെ കുറച്ചൊന്ന് വൈകിപ്പിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വൈകിപ്പിച്ചുകൊണ്ട് സൂര്യൻ നിന്ന് അസ്തമിച്ചോട്ടെ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി, നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതൊന്ന് നേരത്തെ ആക്കുന്നതും വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് നമുക്ക് പണ്ഡിതന്മാരുടെ ഒരു ഫത്വയും അതുപോലെ തന്നെ സലഫുകളുടെ ഒരു മാർഗം എന്താണ് ആ ഒരു വിഷയത്തിൽ? യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു തആലയുടെ മതം, അള്ളാഹുവിൻ്റെ ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലാ യുഖ്ബൽ മിൻഹു. ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം ഒരാൾ പോയാൽ, അത് അന്വേഷിച്ച് പോയാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫലാ യുഖ്ബൽ മിൻഹു. ഇത് ദീനുൽ ഇസ്ലാമിനെ പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഇന്നദ്ദീന യുസ്ർ. മതം എന്നത്, ദീൻ എന്നത് അത് വളരെ പ്രായോഗികമാണ്. യുസ്ർ പറഞ്ഞാൽ സാധാരണ ലളിതമാണെന്നാണ് കൊടുക്കുന്നത്, അതൊരു അർത്ഥത്തിലുണ്ട്. എന്നാൽ പ്രായോഗികമാണ് എന്ന അർത്ഥം കൂടിയുണ്ട്, പ്രാക്ടിക്കലാണ്. അത് ഏത് സാഹചര്യത്തിലും എവിടെ പോയാലും ഏത് വിഭാഗക്കാർക്കും എന്താണ്, അത് പ്രാക്ടിക്കലാണ്. എന്നിട്ട് പ്രവാചകൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകി, ഒമൻ യുഷാദ്ദീന ഇല്ലാ ഗലബ. ആരെങ്കിലും മതത്തെ പ്രയാസമായി കണ്ടാൽ അതവന് തോൽപ്പിക്കണം. അതായത് അവന് പ്രാക്ടിക്കലാക്കാൻ കഴിയില്ല. എത്രയോ ആൾക്കാർ ഈ നിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എന്താണ് ഫജർ നമസ്കാരത്തിന് മുന്നേ ഞാൻ എന്ത് ചെയ്തില്ല, നിയത്ത് ചൊല്ലിയില്ല എന്നതുകൊണ്ട് എനിക്ക് നോമ്പില്ല. അവന് തോറ്റു, അവനത് പ്രായോഗികമാക്കാൻ കഴിഞ്ഞില്ല. ഇഷാദ്ദീനിൽപ്പെടും. ഈ നിയത്ത് എന്നത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്ന ഒരു അവരുടെ ആ ചിന്താഗതി എന്താക്കി അവർ ദീനില്ലാതാക്കി. അവർക്ക് അങ്ങനല്ലല്ലോ. ആ നിയത്തില്ലാതെ ഒരു പ്രവൃത്തിയുമില്ല. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്നാണ്, ഒരു പ്രവൃത്തിയുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ പോഡ്കാസ്റ്റ് ആണെങ്കിലും ശരി, ഇത് നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഏത് നിയത്ത് ചൊല്ലിയിട്ടാണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്? അള്ളാഹു സ്വീകരിക്കേണ്ടത്. സ്വീകരിക്കുകയാണെങ്കിൽ നിയത്ത് വേണം, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു സൽക്കർമ്മം പോലും നിയത്തില്ലാതെ ഇല്ല. അപ്പോൾ റമദാനിലെ നിയത്ത് എന്താണ്? റമദാനിലെ നിയത്ത് ഞാൻ ഇപ്പോൾ നേരത്തെ പ്ലാനിങ് ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് നിയത്തുണ്ട്. ഈ വരുന്ന റമദാനിൽ ഒരു എന്തില്ല, ഒരു ദിവസം ഞാൻ ഒഴിവാക്കുന്നില്ല എന്നുള്ള നിയത്ത്. പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്, എല്ലാ ദിവസവും നിയത്ത് മനസ്സിൽ കരുതണം എന്നും പറയുന്നവരുണ്ട്. ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് പോലെ ആദ്യത്തെ ദിവസം തന്നെ അവൻ കരുതിയാലും മതിയാകുന്നതാണ് മുഴുവൻ മാസത്തിലേക്ക് എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും ആ എണീക്കലുണ്ടല്ലോ, ആ എണീക്കൽ തന്നെ വിഷയം കുറച്ച് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുകയാണ്, ചോദ്യത്തിലേക്ക് വരികയാണ് ഞാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് ആ ഒരു സഹറിന് വേണ്ടി അത്താഴം കഴിക്കാൻ വേണ്ടി എനിക്കും തന്നെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്, അതെല്ലാ സാഹചര്യത്തിലും. അപ്പോൾ പ്രത്യേകമായ അത് തന്നെ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ലേ, അതും എന്താക്കാൻ പറ്റും, നിയത്തായി
മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നാളെ എനിക്ക് നിയത്ത് നോമ്പ് നോൽക്കുന്നില്ല എന്നത് അവൻ്റെ അടുത്തില്ലെങ്കിൽ അത് നിയത്താണ്. നാളെ ഷവ്വാലിൻ്റെ 1-ാം ദിവസമാണ് എന്ന് ഇല്ലെങ്കിൽ പോലും ഇല്ല നാളെ ഷവ്വാലിൻ്റെ 1-ാം ദിവസമാണ് എന്നതല്ലെങ്കിൽ അതും നിയത്താണ്, ആ ഓർമ്മ. അപ്പോൾ ഇങ്ങനെ ഈ നിയത്തിൻ്റെ കാര്യത്തിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, പിഴച്ചു പോയി. ഒരു ഉസ്താദ് തന്നെ ഇങ്ങനെ തുറന്നു പറയുന്നതായിട്ട് നമ്മൾ കാണാം. എന്താണ് ആ ഉസ്താദ് പറയുകയാണ്, ഞാൻ ഇന്ന് നോമ്പ് നോറ്റിട്ടില്ല എന്ന്. അങ്ങനെ പാടില്ല. നോമ്പ് നോൽക്കാത്ത ഒരാൾ അങ്ങനെ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കാൻ പാടില്ല, പരസ്യമായി പറയാം. എന്നിട്ട് അയാളെന്താ പറഞ്ഞത്, ഞാൻ നിയത്ത് വെച്ചില്ല എന്നതാണ്. അപ്പോൾ അയാളെന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ഖുറാഫാത്ത് ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ നിയത്തിനെ അയാൾ എന്ത് ചെയ്തു, അയാളുടെ നോമ്പിനെ അയാൾ ബലി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആയിക്കോട്ടെ. എന്നിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ കുറച്ച് നേരം തസഹൂർ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യുക, സുഹൂർ അത്താഴം കഴിക്കണം. അത് യഹൂദന്മാരാണ് അതിന് ഒഴിവാക്കുക, അല്ലേ? അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, അതായത് നേരത്തെ ആക്കുക, അവർ അത്താഴം നേരത്തെ ആക്കുക, അത് ഇഹ്തിയാത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. എന്നാൽ ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാർ പറഞ്ഞതു അതാണ്, നേരത്തെ സഹറി അത്താഴം കഴിക്കൽ അത് ഇഹ്തിയാത്തിൻ്റെ ഭാഗമല്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നോമ്പ് തുറയുടെ സമയം, ഇഫ്താറിൻ്റെ സമയവും പറഞ്ഞപ്പോൾ ഒരു സഹാബിയെ തിരുത്തു കൊടുത്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറ റെഡിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം ആയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് കാണിക്കുന്നു, ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുന ഇദാ അദ്ബറ നഹാറു മിൻ ഹാഹുന വഗുരിബത്ത് ഷംസ് അഫ്തറ സ്വായിം. അതായത് പ്രവാചകൻ പറഞ്ഞു, ഈ ഭാഗത്ത് രാത്രി ഇങ്ങനെ കടന്നു വരികയും ഈ ഭാഗത്ത് പകല് നീങ്ങിപ്പോവുകയും ചെയ്താൽ, അതുപോലെ തന്നെ സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാൽ അഫ്തറ സ്വായിം, അത് ഈ ജനങ്ങൾക്കറിയാതെ അത് നോമ്പിൻ്റെ സമയമായി, നോമ്പ് തുറയുടെ സമയമായി. ഇവരതിങ്ങനെ വിചാരിക്കുന്നത് എന്താണ്, സമയമായിട്ടില്ല. ബാങ്ക് എന്നത് അതെന്താ അറിയോ, നമുക്ക് എല്ലാവർക്കുള്ള പൊതുവെയുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ അത് നോമ്പ് തുറക്ക് നിശ്ചയിക്കപ്പെട്ട സമയമല്ല. അത് സൂര്യാസ്തമയത്തോടു കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അദ്ദനൽ മുഅദ്ദിൻ എന്നുള്ള ഒരു ഷർത്തൊന്നും നിബന്ധനയൊന്നും പ്രവാചകൻ പറഞ്ഞില്ല. ഇത് അഗർബത്തു ഷംസ് എന്നാണ് പറഞ്ഞത്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അവരുടെ സമയമായി. അപ്പോൾ എത്രത്തോളം ജനങ്ങൾ ആ ഒരു നിയമം പാലിക്കുന്നുണ്ടോ അവർ ഖൈറിലുണ്ടാകും. മഅജ്ജലുൽ ഫിത്ർ എന്ന് പറഞ്ഞത് അതാണ്, അവർ ഖൈറിലുണ്ടാകും. അല്ലാത്ത കാലത്തോളം മുസ്ലിങ്ങൾ ഖൈറിലുണ്ടാവില്ല എന്നാണ്. പ്രവാചകനാണ് പഠിപ്പിച്ചത് ഈ ദീനെങ്കിൽ, ഈ മതമെങ്കിൽ, ഈ ഇബാദത്തെങ്കിൽ ജനങ്ങൾ സ്വന്തമായി മനസ്സിലാക്കുക, അവരിങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെയാണ് ചെയ്തെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടും. പ്രവാചകനേക്കാൾ വലിയൊരു ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് വേറെ ആരും ഉണ്ടാവോ? പ്രവാചകനല്ലാതെ ഈ സൂക്ഷ്മത പാലിക്കുന്നവർ വേറെ ആരും ഉണ്ടാവോ? പ്രവാചകൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ, തഖ്വയുള്ളവൻ എന്ന് പറയാം. അതുകൊണ്ട് ഈ പല കാര്യങ്ങളും ജനങ്ങളോട് ഉസ്താദുമാർ പറയുന്നതും അത് മതപരമായിട്ടുള്ള യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ജനങ്ങൾ എപ്പോഴാണോ എത്രയാണോ സഹർ വൈകിപ്പിക്കുന്നത് അതാണ് അവർ ഖൈർ. എത്ര പെട്ടെന്നാണ്, അതായത് സമയം ആയ ഉടനെ ഇഫ്താർ ചെയ്യുന്നത് അവർ ഖൈറിലായിരിക്കും. ജസാക്കല്ലാഹ്. ഇനി കുറച്ച് നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെക്നിക്കൽ സംശയങ്ങളാണുള്ളത്. പൊതുവേ പെരുന്നാൾ നാട്ടിൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നോമ്പിൻ്റെ പകുതി അല്ലെങ്കിൽ അവസാനത്തെ 10 ആകുമ്പോഴേക്കും നാട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ പോകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗദിയിൽ ഇന്ന് നോമ്പ് ഒന്നായിട്ട് പ്രഖ്യാപിക്കുകയും നാളെ കേരളത്തിൽ അല്ലെങ്കിൽ നാളെ നാട്ടിൽ നോമ്പ് ഒന്നായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൗദിയിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് നാട്ടിൽ 30 നോമ്പ് തികയുന്നൊരു സാഹചര്യമാണെങ്കിൽ അയാളെ സംബന്ധിച്ച് അത് 31 നോമ്പായി. 31 നോമ്പുകൾ അയാൾക്ക് കിട്ടും. പക്ഷേ റമദാനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ്, മാക്സിമം 30 നോമ്പാണ് റമദാനിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 31ാമത്തെ ഒരു നോമ്പ് വരുമ്പോൾ അയാൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഈ വിഷയത്തിൽ? അൽഹംദുലില്ലാഹ്. പൊതുവേ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇതിലുള്ളത്. അവരുടെ സംശയങ്ങൾ ഈ വിഷയത്തിൽ വളരെ കൂടുതലുണ്ട്. യഥാർത്ഥത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് തുടങ്ങിയത്, ആ നാട്ടിൽ തുടങ്ങാനുള്ള കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കാണ്, അസ്സൗം യൗമ യസൂമുന്നാസ്. എന്നാണോ ജനങ്ങൾ തുടങ്ങിയത്,
ഏത് നാട്ടിലാണ് നിങ്ങളുള്ളത് ആ നാട്ടിൽ നിങ്ങൾ തുടങ്ങിയാൽ അതാണ് നിങ്ങൾ ഇത് പരിഗണിച്ചു, അതോടുകൂടി നിങ്ങൾ നോമ്പ് തുടങ്ങി. എന്നാൽ നിങ്ങൾ മറ്റുള്ള നാട്ടിലേക്ക് പോയാലോ, നിങ്ങൾ തുടങ്ങി വെച്ച നാട്ടിൽ നോമ്പിൻ്റെ പരിഗണനയല്ല. അവിടെയും അതേ ഹദീസാണ് ഉപയോഗപ്പെടുന്നത്. അസോം യൗമ യസൂമുന്നാസ്, പിന്നെ വൽഫിത്രു യൗമ ഇഫ്തിറുന്നാസ്, ജനങ്ങൾ എന്നാണോ നോമ്പ് നിർത്തുന്നത്, അതായത് ഫിത്തർ ആഘോഷിക്കുന്നത്, അന്നാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ 30 കഴിഞ്ഞ് 30 കഴിഞ്ഞ രാത്രിയാണ് നിങ്ങൾ പിന്നെ യാത്ര ചെയ്യുന്നതെങ്കിൽ നാട്ടിലെത്തുമ്പോൾ അവിടെ 29 കഴിഞ്ഞ് 30 അവർ കിടക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിലും 31. അതല്ല ചോദ്യം? അതെ. ആ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് കൊണ്ടുമ്പോൾ 30 കഴിഞ്ഞാലും തുടരണമെന്നാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പോലെയുള്ള ഇന്ന് സമകാലീനരായ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? നിങ്ങൾ അന്ന് പോയി നോമ്പ് നോൽക്കാൻ 31 എന്നത് പരിഗണിക്കപ്പെടുകയില്ല. ഇതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരു നമസ്കാരത്തിലേക്ക് കടന്നാൽ ആ നമസ്കാരത്തിൽ ഒരു അധികമായിട്ട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അധികമായത് ഞാൻ ചെയ്യുന്നില്ല എന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ നിങ്ങൾ തുടരണം, അവരുടെ കൂടെ പോകണം. അവർ കൂടുതലായിട്ട് 2 സുജൂദ് ചെയ്യുന്നു, അവർക്ക് തെറ്റുപറ്റി, നിങ്ങൾക്ക് തെറ്റുപറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ തെറ്റുപറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അതിൻ്റെ കൂടെ തുടരണം, അല്ലേ? അതുപോലെ തന്നെ ചില അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് അന്ന് നോമ്പ് ഒഴിവാക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അന്ന് നോമ്പ് ഒഴിവാക്കിയാൽ പോലും നിങ്ങളത് സിറായി വെക്കണം, രഹസ്യമായി വെക്കണം. നിങ്ങൾ നോമ്പില്ലാത്തത് നിങ്ങൾ അറിയിക്കാൻ പാടില്ല എന്ന നിലയ്ക്ക്. ഏതായാലും കൂടുതൽ സൂക്ഷ്മത എന്താണ്? ജനങ്ങളുടെ കൂടെ നോമ്പ് നോൽക്കലാണ് എന്നതാണ്. അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഉമ്മത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു അലം ബിസ്സവാബ്. അതിൻ്റെ ഒരു സബ് ചോദ്യമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, നമ്മൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് നമ്മൾ ആകാശത്താണെങ്കിൽ, നമ്മൾ ഏത് സൗദിയിലെ സമയം പരിഗണിക്കുമോ അതോ നാട്ടിലെ സമയം പരിഗണിക്കുമോ നോമ്പ് തുറക്കാൻ? എങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാട് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ ആകാശത്താണല്ലോ, സ്പേസിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, ആ തുടങ്ങിയ നാട്ടുകാർക്ക് അവിടെ സൂര്യൻ അസ്തമിച്ചത് കാണുന്നു. അതോടുകൂടി അവരുടെ സ്ഥല കാല ആ അവസ്ഥയെ അവർ പരിഗണിക്കുന്നു. നിങ്ങളെന്ത് ചെയ്തു? യാത്രയിലാകുമ്പോൾ നിങ്ങൾക്ക് പകൽ കാണുന്നുണ്ട്. ആ പകൽ കാണുന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരിക്കലും നോമ്പ് തുറക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കുക തന്നെ വേണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു അലം ബിസ്സവാബ്. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഒരു സംശയമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമ്മൾ നേരത്തെ ഖുർആനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള, വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ആണെന്ന് നമുക്കറിയാം. അതേസമയം രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അഥവാ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ രാത്രി നമസ്കാരങ്ങൾ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന് വേണ്ടി തയ്യാറെടുക്കാൻ പ്രയാസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെ ആ ലൈലത്തുൽ ഖദറിനെ നഷ്ടപ്പെടാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? ഇപ്പം രാത്രി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അത്തരത്തിൽ അവർക്ക് ജോലി തിരക്കിനിടയിൽ ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? എങ്ങനെയാണ്? തീർച്ചയായും അവർക്ക് ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ അവസാനത്തെ 10 ഒറ്റ രാത്രികളെപ്പറ്റി അവർക്ക് ബോധമുണ്ടാകണം. ആദ്യം അതാണ്. എന്നിട്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അത് ഇബാദത്താണ് എന്നുള്ള ഓർമ്മ ഉണ്ടാകണം. അവരെന്ത് ചെയ്യാം? ആ രാത്രികളിലൊക്കെ നേരത്തെ തന്നെ അവർ ഒരു ഷെഡ്യൂൾ ചെയ്യുക. അദ്കാറിൻ്റെ കാര്യത്തിലോ തിലാവത്തിൻ്റെ കാര്യത്തിലോ സമയം കിട്ടുമ്പോഴൊക്കെ മൊബൈൽ എടുക്കുക, മൊബൈലിൽ ഇങ്ങനെ കുത്തിയിരിക്കുക എന്നത് ഒഴിവാക്കിക്കൊണ്ട് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ അവരെന്ത് ചെയ്യും? ആ രാത്രി തന്നെ ഒരു 2 മിനിറ്റ് ആണെങ്കിൽ ശരി, ഖുർആൻ അവിടെ അടുത്ത് വെക്കുക, ഖുർആൻ തുറന്നു വെക്കുക. അത് ആ 2 പേജ് ആ 2 മിനിറ്റിനുള്ളിൽ
അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റുള്ള ഒരു പേജ് തിലാവത്ത് ചെയ്യുക. അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു രാത്രി അള്ളാഹു സ്വീകരിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ 83 വർഷം 4 മാസം അവർക്ക് ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലിയാണ് ആ 2 പേജ് തിലാവത്തിന് കിട്ടാൻ പോകുന്നത്. പലരും ഇത് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗൗരവവും ഇതിൻ്റെ ശ്രേഷ്ഠതയും അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് സത്യത്തിൽ എന്തായിരിക്കും, ഇതൊക്കെ കൃത്യമായി അവരുടെ ജോലിക്കിടയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അവരെന്ത് ചെയ്യാൻ പറ്റും? അവർ മറ്റുള്ള മുസ്ലിങ്ങളായിട്ടുള്ള അവരുടെ പിന്നെ കൊളീഗുകളുണ്ടല്ലോ, അവരുമായി ഓർമ്മപ്പെടുത്താൻ, നീ എനിക്ക് ഓർമ്മപ്പെടുത്തണം, ഞാൻ നിനക്ക് ഓർമ്മപ്പെടുത്താം. എപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ആ സമയം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ ഇരുന്ന് സംസാരിക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ തിലാവത്ത് ചെയ്യുകയും ഇടയ്ക്ക് പോയി ഒരു ഉദു എടുക്കുകയും ഉദു എടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യാം ആ രാത്രികളിൽ. അത് സ്വീകരിക്കപ്പെട്ടാലുള്ള ഒരു പ്രതിഫലം അത് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ ഒരു ബോധ്യമുണ്ടായാൽ ഇതൊരു അത്രക്കും മഹത്വമുള്ള രാത്രിയാണ്. 21, 23, 25, 27, 29, 30 ഈ രാത്രികളിലൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ടൈമിംഗ് റിമൈൻഡർ വെക്കാം, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതൊക്കെ അലാറം വെക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അന്നത്തെ രാത്രി ഉപയോഗപ്പെടുത്താൻ കഴിയും. അള്ളാഹുനോട് അതിനോട് തോഫീക്ക് ചോദിക്കുകയും വേണം. അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഏതായാലും നമ്മുടെ എങ്ങനെ സംസാരിക്കും, ഇഫ്താറിൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട്, അത് നിങ്ങളുടെ അടുത്തുണ്ടോ ആ ചോദ്യം? ഇല്ല പറഞ്ഞു. അതായത് എനിക്ക് ഓർമ്മ വന്നതാണ്, അതാണ് റിയാദിലെ ഈ ട്രാഫിക്കിലൊക്കെ കുടുങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ അവർക്ക് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവുക എന്തെങ്കിലും ഇഫ്താർ ചെയ്യാൻ അവർക്കുള്ള ചെറുതായിട്ടുള്ള വെള്ളവും ഈത്തപ്പഴവും കരുതിയിരിക്കും. പക്ഷെ ചില തിരക്കുള്ള സമയത്ത് എന്തായിരിക്കും, അവർ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അവർ വിചാരിച്ചത് എന്താണ്, അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. അപ്പോൾ നോമ്പ് തുറക്കാൻ പറ്റും. പക്ഷേ റിയാദ് പോലെയുള്ള നഗരങ്ങളിലെ ആ ഒരു ട്രാഫിക്കിൽ എന്തായിരിക്കും, അവർ കുടുങ്ങിയിരിക്കും. അവർക്ക് അവിടെ എത്താൻ കഴിയില്ല. ആ സന്ദർഭങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും? അവർക്ക് നീട്ടിവെക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ആ ചോദ്യം ഉണ്ടല്ലോ, അത് ചില ആൾക്കാർ എന്ത് ചെയ്യും, അതൊരു വലിയൊരു ഭയഭക്തിയാണ് എന്നുള്ള ഒരു എഹ്തിയാത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ വിശന്നിരുന്നില്ലേ, ഇനി കുറച്ച് സമയം, അവിടെ എത്തുമ്പോൾ ഒരു കാമണിക്കൂറേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറക്കാം എന്ന നിലയ്ക്കാണ് ചിലർ ചിന്തിക്കുന്നത്. അത് പ്രതിഫലം കൂടുതൽ കിട്ടൂ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. സമയമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, രാത്രി പിന്നെ ഈ ഭാഗത്തുനിന്ന് രാത്രി വരികയും മറ്റു ഭാഗത്തുനിന്ന് പകൽ പോവുകയും ചെയ്താൽ, സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ അഫ്തർ സായിം. പ്രവാചകൻ പറഞ്ഞതാണ്, അവൻ നോമ്പ് ഇഫ്താർ ചെയ്തു എന്നാണ്, അഫ്തറ എന്നാണ്. ഇഫ്താർ ചെയ്യണമെന്നല്ല, ഓൾറെഡി കഴിഞ്ഞു, ഇഫ്താർ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമായി, നിങ്ങൾക്ക് റേഡിയോകളിലും ബാങ്ക് കേൾക്കാം. റേഡിയോ ഓൺ ചെയ്യുക, സാധാരണ നോമ്പ് നിൽക്കുന്നവരൊക്കെ റേഡിയോ ഓൺ ചെയ്തിട്ട് ബാങ്ക് കേൾക്കുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഒരാളുടെ വെള്ളമില്ല, ഒരാൾ തരാനില്ല എന്നുള്ള ആ സമയത്ത് അവർക്ക് എന്താണ്, യഥാർത്ഥത്തിൽ അവർ നോമ്പിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ്? നീയത്തോടു കൂടിയാണ് അവർ നോമ്പിലേക്ക് പ്രവേശിച്ചത്. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ ഈ നീയത്തോടു കൂടി നോമ്പിൽ നിന്ന് അവർക്ക് നോമ്പ് തുറക്കുകയും ചെയ്യാം. അതാണ് ഇതിനുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. കാരണം ഈ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസിനെ അവർ തുലനപ്പെടുത്തി അതിൽ നിന്നുള്ള ഇസ്തിംബാത്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അഫ്തർ സ്വായും അവൻ നോമ്പ് മുറിച്ചു, ഇല്ലെങ്കിൽ നോമ്പിൽ നിന്ന് പുറത്തു വന്നു. പിന്നീട് എവിടെയാണോ അവരെത്തുന്നത് അപ്പോൾ തന്നെ ഭക്ഷണമോ അല്ലെങ്കിൽ പാനീയമോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അവർ അതുവരെ പിന്നെ നോമ്പ് നീട്ടേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു അലം. ഏതായാലും നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നമുക്ക് ലഭിച്ചു, അൽഹംദുലില്ലാ. എന്നാൽ നമ്മുടെ ശ്രോതാക്കളോട് അവസാനമായി, ഈ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, നമ്മൾ ആ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളോട് ഉസ്താദിന് എന്താണ് അവസാനമായി പറയാനുള്ളത്? അൽഹംദുലില്ലാ, യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു
അനുഗ്രഹമാണ് ഈ ഒരു ആയുസ് എന്നത്. എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിട്ട് പോലും അവർക്ക് ഈ റമദാൻ എത്താൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട, നന്ദി ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അള്ളാഹുവേ ഞങ്ങൾ നീ എത്തിക്കണേ റമദാനിലേക്ക്. മരണപ്പെട്ട ആൾക്കാർ കൊതിച്ചു പോകുന്നതാണ് കുറേ പല അസ്ലാഫുകൾ പറയുന്നത്, റമദാനിൽ ഒരു ദിവസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അത് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഇനിയൊരു ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ റമദാൻ എന്നത് ഇനിയൊരിക്കൽ കിട്ടാനില്ല, ഇതാണ് എൻ്റെ ലാസ്റ്റ് ചാൻസ് എന്ന് ഉപയോഗപ്പെടുത്തുക. ഈ റമദാൻ കിട്ടി എനിക്ക് തഖ്വ ഹാസിലാക്കാൻ കഴിഞ്ഞില്ല, മഗ്ഫിറത്ത് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടിയില്ല, പിന്നെ അവന് നാശമാണെന്നറിയാം, അവന് നാശമാണ്. ഇനി ഈ റമദാനിൽ നന്നായില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നന്നാവുക എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ ഈ ഒരു മനസ്സ് പിന്നെ വെച്ചുകൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ, ആരോഗ്യത്തെ പോലും ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന, എല്ലാ രുചിക്കൂട്ടുകളൊക്കെ ആസ്വദിക്കുന്ന ഒരു മാസമായി മാറ്റിയതിൽ ഈ ലൗകിക താല്പര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ദുനിയാവുമായി മാത്രം ബന്ധം, ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിലാണ് ഭക്ഷണങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടുക. എന്നിട്ട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ ഒരു ശാപമായി മാറ്റുന്ന ഒരവസ്ഥയിലുണ്ടാകുക. അതുണ്ടാക്കരുത്. ഇന്ന് എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ മാസം, അതായത് ഷാബാൻ മാസത്തിൽ എത്രയാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ചിലവ്, ഒന്നുകിൽ അത്ര മാത്രം നിലനിർത്തുക, അല്ലെങ്കിൽ അതിനേക്കാൾ കുറയ്ക്കുക എന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് തൗഫീക്ക് ചോദിക്കുക, മഗ്ഫിറത്ത് ചോദിക്കുക, അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. റബ്ബന തഖബ്ബൽ മിന്ന, അല്ലേ? എന്താണ്? റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ലേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വ ഉള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതായത് നിങ്ങൾ തഖ്വ ഉള്ളവരാവുക എന്നത് തന്നെ എന്താണ്? നിങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്നതാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. തഖ്വയും അള്ളാഹുവിൽ നിന്നുള്ള കബൂലും രണ്ടും എന്താണ്? ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ട് തഖ്വ ഉള്ളവരാവുക എന്നത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെയാണ്, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും, എൻ്റെ ശ്രോതാക്കൾക്കും ഇത് കൂടുതൽ കേട്ടതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാനും അമൽ ചെയ്യാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. യെസ്, നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഏറ്റവും അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റമദാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ നിവാരണങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ കേട്ടിട്ടുള്ള എല്ലാ സംഗതികളും, ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഓരോ സംഗതികളും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുക. റമദാനാണ് മുന്നിൽ വരുന്നത്. ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ, ഏറ്റവും ഉത്തമമായ രൂപത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, اللهم بلغنا رمضان، اللهم بلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.